സബ്സ്ക്രൈബ് ചെയ്യണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമുക്കിന്നൊരു ഡേ മൈ ലൈഫ് എടുത്താൽ ഭയങ്കര എനർജറ്റിക് ആണെന്ന് നോക്കുകട്ടെ ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രാവിലെ തന്നെ ഫോണും കയ്യിൽ പിടിച്ചിട്ട് വരികയാണ് ഞാൻ. കണ്ണിൻ്റെ കണ്ണ് ചോന്നെടുക്കുന്നുണ്ട്. അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ ബെല്ലൈക്കണും ബാക്കിയുള്ള സംഭവമൊക്കെ ചെയ്തോളൂ. ഞാനിങ്ങനെ പറയണ്ടല്ലോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. ഞാൻ പോയി അടുക്കളയിൽ കയറട്ടെ. പത്തിരി ഉണ്ടാക്കണം. ഞാൻ രാവിലെ പത്തിരി ഉണ്ടാക്കി. കറി ആവാത്തതുകൊണ്ട് തന്നെ ഹാദിക്ക് പത്തിരിയിൽ നെയ്യ് പരട്ടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ. അത് നല്ല ടേസ്റ്റ് ആക്കുന്നതാൻ. നല്ല ചൂടുള്ള പത്തിരി ആവണം കേട്ടോ. പിന്നെ ഹാദിനെ കാക്ക മദ്രസിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇന്ന് മദ്രസയിൽ ചിലവുണ്ടായിന്. അപ്പം പത്തിരി ചായ ഞാൻ ഉണ്ടാക്കി. കറിയൊക്കെ ബാക്കിയുള്ള താഴത്താട്ടുണ്ടാക്കി. അങ്ങനെ അതൊക്കെ കാക്ക അതൊക്കെ കൊണ്ട് മദ്രസയിലേക്ക് പോയി. പിന്നെ നമ്മളും ചായ കുടിച്ചിട്ടോ. പൂള ഉണ്ടായിട്ടോ. അതൊന്നും അപ്പത്തിന് ഹാലിമണി. മുഹമ്മദ് ഇനി എൻ്റെ പശുവാണ്. നമുക്ക് ചായ കുടിക്കണ്ടേ? അവക്കാടോ കഴിക്കാൻ മടിയുള്ള മക്കളുണ്ടാവില്ല. ഓൽക്ക് കൊടുക്കുന്ന പൊടി, ഞാൻ കുന്നക്കായപ്പൊടി എടുത്ത് അതും അവക്കാടയും 2 എഗ്ഗും മിക്സ് ചെയ്ത് ഒരു പാൻ കേക്ക് ആക്കി എടുത്താട്ടോ. എന്നിട്ട് അത് ചെറിയ പീസാക്കി ഓൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഓൻ തന്നെ അങ്ങ് പെറുക്കി തിന്നോളും. ഇങ്ങനെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഹാലിമിൻ്റെ കുമ്പ് ഫുള്ളാക്കി എനിക്ക് നോമശ്ശേരി പോകേണ്ടിണ്ടായിന് കേട്ടോ. റീചാർജും ചെയ്യേണ്ടേന്, പിന്നെ മീനും വാങ്ങേണ്ടേന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോഴേ കാലത്ത് റീചാർജ് ചെയ്യാൻ ഷോപ്പിൽ പോകാൻ. അതേ ഗൈസ്, കൊണ്ടൊരു പൈസ വേണ്ടേ മിസ്റ്റർ. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായിട്ടോ പോയിണ്ടായിന്. അപ്പം തിരിച്ച് വന്നപ്പം അതൊക്കെ ഒന്ന് കവറൊക്കെ ഒന്നിട്ട് മൂടി ഹാലിമിനെ ഞാൻ താഴ്ത്തി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് നമ്മളെ വീട്. അങ്ങനെ അവിടെ പോയി ഹാലിമിനെയും കൂട്ടിയാൽ നേരെ മേലോട്ടേക്ക് വന്നിട്ടുള്ള കറിൻ്റെ പരിപാടി നോക്കട്ടോ. പരിപ്പിലും മുരിങ്ങ ഇട്ടിട്ടുള്ള കറിയാട്ടൊന്നും ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കറി വെക്കുന്നതിൻ്റെ എല്ലാം ഒരു ഓട്ടം ഉണ്ടാവും ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ പറിച്ച്. പിന്നെ ഹാലിമിനാണെങ്കിൽ സെലാവ് താഴത്തേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പം നമുക്ക് വേഗം കറി തോന്നിക്കാം. കറിവേപ്പില നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ ഇട്ട് പരിപ്പ് ഇട്ട് ഇനി നമുക്ക് ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞാൽ എന്തറിയാം, മീൻ പൊരിക്കുന്നത്. മത്തി പറഞ്ഞപ്പോൾ ചാള എന്ന് പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്ലഡൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കേൾക്കുക. ആ ഒരു കളർ അങ്ങ് പോകും. അപ്പോൾ ഒരു കാണാൻ രസമുണ്ടാവും. നമുക്ക് ഇതിലേക്ക് വേണ്ടി കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുരുമുളക് പൊടി ആയിട്ടീന് കേട്ടോ. അപ്പോൾ അതാണ് ടേസ്റ്റ് ചെയ്ത് വലിയ ടേസ്റ്റ്. ഞാൻ ഒരു മെനക്കും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി, പക്ഷേ അത് ടേസ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടി കേട്ടോ. നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള സാധനമൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ അറിയും, പുളി. നമ്മൾ വെള്ളം ഒഴിക്കരുത്. പുളി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാവില്ലേ, അതിട്ടിട്ട് വേണം നമുക്കിത് എന്താ പറയുക മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവിടെ ഒരു 5-10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇത് പൊരിക്കാം. ചട്ടി വെച്ച് ഈ വെളിച്ചെണ്ണേൻ്റെ റേറ്റിംഗ് ഒക്കെ അറിയും, 2 സംതിങ് എന്താ. അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ എടുക്കുക. ഇതെന്താ അറിയോ, എന്താ പറയുക, RCMൻ്റെ തവിടെണ്ണ. അതാകുമ്പോൾ നമുക്ക് 200 റുപ്യ എന്തോ വരുന്നുള്ളൂ ലിറ്ററിന്. എനിക്ക് അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. മറ്റേന് എന്തോ 700-800 എന്തോ വരുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പ്രൈസൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പൊരിക്കാനൊക്കെ ഇതെടുക്കാം. ഞാൻ എന്നും ഇതൊന്നും എടുക്കല്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇതെടുക്കല്ലോ കേട്ടോ. അല്ലേ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യൽ. അപ്പോൾ നിങ്ങളിത് നോക്കി വെച്ചോളി, വേണ്ടിയവർക്ക് വാങ്ങാമല്ലോ.
ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ മത്തി പൊരിക്കാം കേട്ടോ. മത്തി പറയുമ്പോൾ ചാള, കുറേ സൈഡിൽ ചാള എന്ന് പറയും തോന്നുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ പൊരിക്കുന്നത്. ബാക്കി കാക്ക വന്നിട്ടേ പൊരിക്കും. നിങ്ങൾ വിചാരിക്കാൻ മതി ഇതൊക്കെ ഞാൻ തിന്നു. നിങ്ങൾക്ക് വിചാരിക്കാൻ മതി ഞാൻ ഇത്രയും പൊരിച്ചൊക്കെ കഴിക്കും. ഇവിടെ എൻ്റെ കാക്കക്ക് പൊരിച്ചതിൻ്റെ കൂടാണ് ചോറ് വേണ്ടി. ഇപ്പോൾ മീൻ പൊരിച്ചതിൻ്റെ കൂടാണ് ചോറ് വേണ്ടി, അതേപോലെ ചിക്കൻ പൊരിച്ചതിൻ്റെ കൂടാണ് ചോറ് വേണ്ടി, അല്ലാതെ ചോറിൻ്റെ കൂടെ അല്ല ഇതൊന്നും വേണ്ടി. എപ്പോൾ പൊരിച്ചത് തീർന്നോ അപ്പം ചോറ് നിർത്തും. അപ്പോൾ ഓല കൂടെ നടക്കുമ്പോൾ ഞാനും അങ്ങനെ ആവില്ലേ? ഇന്നെ കുറ്റം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല, എന്നെ കുറ്റം പറഞ്ഞത് നല്ല പറഞ്ഞു. ഞാൻ ഒരു കുളത്തിലങ്ങ് പറഞ്ഞു. നമ്മളെ മീനൊക്കെ ഇവിടെ പൊരിഞ്ഞു വന്നിന് ഞാൻ എന്തായാലും കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാട്ടോ. ഞാൻ ഫുഡ് കഴിക്കുക. അതാണ് മീൻ പൊരിച്ചിട്ട് ഇവിടെ അതിൻ്റെ ചോറിന് പരിപ്പിലേക്ക് മുരിങ്ങേൻ്റെ ഇട്ടിട്ടുള്ള കറിയും നമ്മളെ തൈരും. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ കുരുമുളക് പൊടി ഉണ്ടിന്, പക്ഷെ ഇപ്പം കുരുമുളക് ഒരു വെറൈറ്റി വേണ്ടിയിട്ട് അരച്ച് ചേർത്തായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടി ഇടുക. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബൈ ഗൈസ്. ഇതെന്താ പറയുക, മീൻ മുട്ട പഞ്ഞി ഇതിനിമ്മ കൊറ്റക്ക് തിന്നാം. അപ്പൊ കണ്ട ഇത് കണ്ട. ഓ എന്നാലും അതൊന്നും തരൂല. അപ്പൊ കൊടുക്ക് ഇതപ്പൊ കൊടുക്കാലി. കളവാക്കുരു അപ്പൊ കൊറ്റെടുക്ക് ഹലീം. അപ്പൊ കൊറ്റെടുക്ക് ഉമ്മ കൊറ്റേ. അപ്പൊ കൊറ്റെടുക്ക് ഹലീം. അപ്പൊ കൊറ്റെടുക്ക്. പൂച്ച അല്ലല്ലോ, പൂച്ച അറിയുമ്പോ ഒച്ച ഉണ്ടാക്കും. പൂച്ചടാ. എന്താ അവിടെ പൂച്ച? അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മൈരീബൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓമശ്ശേരിക്ക് കിട്ടിയിട്ടുണ്ടേനി കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കുള്ള സാധനമൊക്കെ വാങ്ങിയപ്പോൾ എങ്ങോട്ടോ ചിക്കൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കലുണ്ട്. ഹോം ഡെലിവറി ഒന്നുമില്ല, എന്നാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കൊണ്ടു കൊടുക്കലുണ്ട്. അപ്പോൾ അതും കൊണ്ടു കൊടുത്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണ ടൈമിൽ ഒരു ഷോപ്പിൽ കൂടി മിച്ചറിഞ്ഞു അമ്പലത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഗ്രീസ് ഇട്ടിട്ട് ഇങ്ങനെ ലൂസാക്കൂലേ, അതിന് വേണ്ടി ഇത് ഗ്രീസ് ഇട്ടാന്ന് പറഞ്ഞു. അത് ടൈറ്റായിട്ട് അതാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പറയാനോടാ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട് ഹാലിമിനെ ഹാദിനെ എടുത്ത് പിന്നെ നമ്മൾ നേരെ മേലോട്ടൊക്കെ പോന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ഞാന്നല്ലടാ മൂന്നെണ്ണമാണ്, മൂന്നാമത്തെ കുറച്ച് വലുതും. ഉൻസുൻ ഞാന്നുള്ളടത്ത് തെറ്റാ. നീ പറയുമ്പോ അവിടെ എന്താ വരണ്ടേ? അപ്പൊ ഇനി ഉനസുൻ എഴുതിയേ. ഉൻസുൻ. ഞാൻ എന്റെ മോള് എന്താ വേണ്ടേ? അത്തല്ലോ സുക്കൂന്. അമ്മ പറഞ്ഞോ. കാക്കൻ്റെ കയ്യിലൊരു മുട്ടായി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഹാലിമ നൂല് പൊളിക്കുന്നത് കേട്ടോ. കാക്ക ഓന് വേണ്ടിയിട്ട് പൊളിച്ചു കൊടുക്കുക, അതിന് പൊളിക്കാനുള്ള ടൈം ഓന് വേണ്ടേ. അങ്ങനെ നമുക്ക് ഇന്ന് രാത്രിക്ക് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും ഉള്ളിസുറുക്കയും മത്തി പൊരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, തൈരും കാപ്പിപ്പൊടിയും അതും കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. അപ്പോൾ ഓക്കെ ബൈ.